ഇരട്ടക്കൊലപാതക കേസിൽ കോടതി ഇന്ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കും. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് ശിക്ഷ വിധിക്കുക. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, CPIM ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ എന്നിവരടക്കം 14 പേർ കേസിൽ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. CPIM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരൻ ഉൾപ്പെടെ 8 പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിരുന്നു. 10 പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കുകയും ചെയ്തു. T രഞ്ജിത്ത്, A സുരേന്ദ്രൻ എന്നിവർ തെളിവ് നശിപ്പിച്ചതായും പ്രതികളെ സംരക്ഷിച്ചതായും കണ്ടെത്തി. രണ്ടാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയെന്ന കുറ്റമാണ് മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർക്കെതിരെ ചുമത്തിയത്. പരമാവധി 2 വർഷം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. 2019 ഫെബ്രുവരി 17-നായിരുന്നു കേരളത്തെ നടുക്കിയ ഇരട്ടക്കൊലപാതകം കാസർഗോഡ് പെരിയയിൽ നടന്നത്. രാത്രി 7:30-ഓടെ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷിനെയും കല്യോട്ട് കുരാങ്കര റോഡിൽ തടഞ്ഞു നിർത്തി പ്രതികൾ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. വെട്ടേറ്റ് കൃപേഷ് സംഭവ സ്ഥലത്തും ശരത്ലാൽ മംഗളൂരുവിലെ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേയും മരണപ്പെട്ടു. കൊല്ലപ്പെടുമ്പോൾ ശരത്തിന് 23-ഉം കൃപേഷിന് 19-ഉമായിരുന്നു പ്രായം. ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവം ആദ്യം ലോക്കൽ പോലീസിന്റെ പ്രത്യേക സംഘവും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിക്കുകയായിരുന്നു. എന്നാൽ തങ്ങൾക്ക് പോലീസിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ ശരത്തിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് കേസന്വേഷണം CBI ഏറ്റെടുത്തത്.